കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഗുജറാത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രളയക്കെടുതി രൂക്ഷമാകുന്നു. ഇന്നലെ പുലർച്ചെ മുതൽ 24 മണിക്കൂറിനിടയിൽ പെയ്തത് 1064 മില്ലിമീറ്റർ മഴയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് രാജ്യത്ത് രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന 3ാമത്തെ ദൈനംദിന മഴയാണിത്. കനത്ത മഴയെ തുടർന്ന് മധ്യ തെക്കൻ ഗുജറാത്ത് മേഖലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായതിനെ തുടർന്ന് നവസാരി, വൽസാദ് എന്നീ ജില്ലകളിൽ നിന്ന് മാത്രം ആയിരക്കണക്കിന് ആളുകൾ ഉൾപ്പെടെ 40,500-ലധികം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പ്രളയത്തിൽ ഒറ്റപ്പെട്ടുപോയ 6,360-ലേറെ പേരെ രക്ഷാസേനകൾ സുരക്ഷിതമായി കരക്കെത്തിച്ചു. ഇന്ത്യൻ സൈന്യം, NDRF, SDRF, കോസ്റ്റ് ഗാർഡ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ രക്ഷാപ്രവർത്തനമാണ് ദുരിതബാധിത മേഖലകളിൽ നടക്കുന്നത്. കനത്ത വെള്ളക്കെട്ടിനെ തുടർന്ന് ബോട്ടുമാർഗം പോകുവാൻ കഴിയാത്ത നവസാരിയിലെ ഗന്ദേവി താലൂക്കിൽ കുടുങ്ങിക്കിടന്ന 60ഓളം ചെമ്മീൻ കർഷകരെ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്തി. അംബിക, പാർ, ഒരങ്ക, ദമൻഗംഗ തുടങ്ങിയ പ്രധാന നദികൾ പലയിടത്തും അപകടനില കവിഞ്ഞൊഴുകുകയാണ്. കനത്ത മഴയിൽ അഹമ്മദാബാദ് നഗരത്തിലും ജനജീവിതം സ്തംഭിച്ചു. ഭോപ്പാൽ ഏരിയയിൽ കുടുങ്ങിക്കിടന്ന 100ഓളം പേരെ സൈന്യം രക്ഷപ്പെടുത്തി. അഹമ്മദാബാദിലെ പ്രധാന റോഡുകളും അണ്ടർപാസുകളും വെള്ളത്തിനടിയിലായതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ദക്ഷിണ ഗുജറാത്തിലെ റെയിൽവേ ട്രാക്കുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മുംബൈയിലേക്കുള്ള 5 ട്രെയിനുകൾ റദ്ദാക്കി. മുൻകരുതലിന്റെ ഭാഗമായി മഴക്കെടുതി രൂക്ഷമായ ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുവാൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ഉപമുഖ്യമന്ത്രി ഹർഷ് സംഘവിയും പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. ദുരിതബാധിതർക്കായുള്ള അടിയന്തര സഹായത്തിനായി സർക്കാർ 40 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.